കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായ സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന ജോസഫ് എന്ന തച്ചൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനചിന്തയായ നിഴലുപോലെ ഒരപ്പൻ എന്ന ഈ ഒരു ധ്യാനചിന്തയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പാത്രിസ് കോർദെ അഥവാ പിതൃഹൃദയം എന്ന അപ്പസ്തോലിക പ്രബോധന രേഖയിലൂടെ സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന വിശുദ്ധ യൗസേപ്പിനെ ഈ കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ, കാലഘട്ടത്തിൻ്റെ മനസ്സിനനുസരിച്ച്, കാഴ്ചപ്പാടിനനുസരിച്ച് ഫ്രാൻസിസ് പാപ്പ നവ്യമായിട്ട് പുതുതായിട്ട് ആഖ്യാനം ചെയ്യുന്നതാണ് നമ്മൾ വായിക്കുന്നത്. ജോസഫിനെ കുറിച്ചുള്ള അനേക വിശേഷണങ്ങളിൽ വളരെ ഹൃദ്യമായ പാത്രിസ് കോർദയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ജോസഫിന് നൽകുന്ന ഒരു വിശേഷണം അയാൾ സർഗാത്മകമായ ഒരു ധൈര്യത്തിൻ്റെ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. സർഗാത്മകമായ ഒരു ധൈര്യത്തിൻ്റെ മനുഷ്യനായിരുന്നു. ജീവിതത്തിൻ്റെ വിപൽസന്ധിയിൽ, ആപത്ഘട്ടത്തിൽ, നിർണായക സമയത്ത് ആ മനുഷ്യൻ പ്രകടിപ്പിച്ച ധൈര്യം സർഗാത്മകമായിരുന്നു. അതുവഴിയാണ് ദൈവത്തിൻ്റെ ഏകജാതൻ്റെ ജീവനും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവനും ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കുന്നത് നസ്രത്തിലെ ആശാരിപ്പണിക്കാരൻ്റെ അത്ഭുതകരമായൊരു ധൈര്യത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ അതിനെ സർഗാത്മകമായ ഒരു ധൈര്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള പഴയൊരു ചിന്ത ഇങ്ങനെയുണ്ടല്ലോ. കടൽ തീരത്തൂടെ നടക്കുന്ന ഒരു സ്വപ്നം കാണുന്ന ഒരു മനുഷ്യൻ, സ്വപ്നത്തിൽ അയാൾ കാണുകയാണ് കടൽ തീരത്തൂടെ അയാൾ നടക്കുന്നു, അയാളോട് ചേർന്ന് സർവശക്തൻ്റെ കാൽപ്പാടുകളും അയാൾ കാണുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിൽ എന്നോളം അയാൾ കാണുകയാണ് ഈ അനുഭവങ്ങൾ, സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുന്നു, ദൈവം കൂടെയുണ്ട്. എന്നാൽ അയാൾ ആശ്ചര്യത്തോടെ തിരിച്ചറിയാണ് ജീവിതത്തിൻ്റെ കൈപ്പേറിയ സങ്കടം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മണലിൽ അയാൾ കാണുന്നത് 2 കാൽപ്പാടുകൾ മാത്രമാണ്. അയാൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ ഇന്നോളം കൂടെ നടന്ന അങ്ങ് ഈ സങ്കടങ്ങളിൽ എന്തുകൊണ്ടാണ് അങ്ങയുടെ കാൽപ്പാടുകൾ ഞാൻ കാണാതെ പോകുന്നത്? ദൈവത്തിൻ്റെ മറുപടി, നിൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ, സങ്കട നിമിഷങ്ങളിൽ നീ കാണുന്ന കാലടികൾ എൻ്റെ കാലടികളാണ്. നിന്നെ ഞാൻ എൻ്റെ കരങ്ങളിൽ സംവഹിക്കുകയായിരുന്നു എന്നാണ്. ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും സർവശക്തൻ അയാളെ സംവഹിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിന് തൻ്റെ ജീവിതത്തെ സംവഹിക്കാനും മാത്രം വിട്ടുകൊടുക്കാനുള്ള ഒരു ധൈര്യത്തിൻ്റെ മനുഷ്യനായിരുന്നു വിശുദ്ധ യൗസേപ്പ്. ഈ പ്രതിസന്ധിയുടെ, കോവിഡ് മഹാമാരിയുടെ ഈ കാലത്ത് സമകാലിക ലോകത്തിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സമ്മാനിക്കുന്നത് മാതൃകയായിട്ട് ഈ സർഗാത്മക ധൈര്യത്തിൻ്റെ മനുഷ്യനായ നസ്രത്തിലെ വിശുദ്ധ ജോസഫിൻ്റെ ജീവിതമാണ്. അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിർണായക സമയത്തും വല്ലാത്തൊരു ധൈര്യം കാണിക്കുന്നുണ്ട്. അത് പലായനത്തിനും പുറപ്പാടുകൾക്കും മടങ്ങി വരലുകൾക്കും തിരികെയുള്ള തൊഴിലന്വേഷിച്ചുള്ള താമസത്തിനുമെല്ലാം അയാൾ ജീവിതത്തിൽ സർഗാത്മകമായൊരു ധൈര്യം കാണിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരം സംരക്ഷിക്കുന്നതിന്, ദൈവത്തിൻ്റെ കൃപാപാത്രമായ മറിയത്തെ സംരക്ഷിക്കുന്നതിൽ അയാൾ അസാധാരണമായൊരു ധൈര്യം കാണിക്കുന്നുണ്ട്. ജോസഫ് ശിശുവിനെയും അമ്മയെയും സംരക്ഷിച്ചവനായിരുന്നു. അയാളുടെ സർഗാത്മകമായ ധൈര്യം കൊണ്ടാണ് ശിശുവും അമ്മയും സംരക്ഷിക്കപ്പെട്ടത്. ജോസഫ് സംരക്ഷിച്ച ശിശു ഒരു പ്രതീകമാണ്. ഫ്രാൻസിസ് പാപ്പ പറയും, ഇക്കാലത്തെ രോഗികൾ, വൃദ്ധർ, അനാഥർ, അശരണരായിട്ടുള്ളവർ, കുടിയേറ്റക്കാർ, ഇവരെല്ലാം ചരിത്രത്തിൽ ജോസഫ് സംരക്ഷിച്ച ശിശുവിൻ്റെയും അമ്മയുടെയും വർത്തമാനകാലത്തിലെ പ്രതിബിംബങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു സർഗാത്മകമായ ധൈര്യം, ജോസഫിനെ പോലെ ഒരു സർഗാത്മകമായ ധൈര്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ കാലത്ത് അവഗണിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന, ഉപേക്ഷിക്കപ്പെടുന്ന, പുറന്തള്ളപ്പെടുന്ന അശരണരെയും അനാഥരെയും നിസ്സഹായരെയും ശിശുതുല്യമായി നിരാശ്രയരായ സകല മനുഷ്യരെയും അസാധാരണമായൊരു ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചേർത്ത് പിടിക്കാനും അവരുടെ ജീവനെ സംരക്ഷിക്കാനും പറ്റൂ. പലപ്പോഴും സമൂഹത്തിലെ അശരണരും നിസ്സഹായരുമൊക്കെ കൂടുതൽ നിസ്സഹായരാവുന്നതും അവർ തീർത്തും ഉപേക്ഷിക്കപ്പെടുന്നതും ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണിക്കാതെ പോകുന്ന ഒരു സർഗാത്മകമായ
ധൈര്യമില്ലായ്മയുടെ ഫലമായിട്ടാണ്. ജോസഫിൻ്റെ ഉള്ളിൽ സർഗാത്മകമായൊരു ധൈര്യമില്ലായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശിശുവും അവൻ്റെ അമ്മയും സംരക്ഷിക്കപ്പെടാതെ പോയേനെ. നമ്മുടെ ഈ കാലത്തെ ഭീരുത്വങ്ങൾ, നമ്മളെയൊക്കെ അനേകം ആത്മീയ ഭയങ്ങൾ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത്. അതിലേറ്റവും സങ്കടകരമായ ഭയം യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നതിന്. ജോസഫിനെക്കുറിച്ച് രക്ഷകൻ്റെ പാലകനെന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സംരക്ഷകനെന്ന്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തെ സംരക്ഷിക്കേണ്ടി വരുന്ന നിസ്സഹായരായ ഈ ചെറിയവരിലൊരുവന് ഇത് ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണെന്ന അവൻ്റെ ഗുരുമൊഴികൾ പറയുന്നതൊക്കെയും മാറ്റി നിർത്തപ്പെടുന്ന, ഉപേക്ഷിക്കപ്പെടുന്ന അശരണരും അനാഥരുമായ നിസ്സഹായ ജന്മങ്ങൾക്ക് സംരക്ഷണത്തിൻ്റെ കരം നീട്ടുമ്പോഴൊക്കെയും അവൻ്റെ ശരീരം തന്നെയാണ് സംരക്ഷിക്കുന്നതെന്നുള്ളതാണ്. ദരിദ്രർ കൂടുതൽ അവഗണിക്കപ്പെടുകയും നിസ്സഹായർ കൂടുതൽ നിസ്സഹായരാവുകയും സമൂഹത്തിൻ്റെ പുറംപോക്കിലുള്ളവർ വീണ്ടും വീണ്ടും പാർശ്വവൽക്കരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് ദൈവമക്കൾ ചില കാലഘട്ടങ്ങളിൽ, ചില നേരങ്ങളിൽ കാണിക്കാതെ പോകുന്ന സർഗാത്മകമായ ധൈര്യക്കുറവ് കൊണ്ടാണ്. നസറത്തിലെ തച്ചൻ്റെ ജീവിതം നമ്മളെ നിശബ്ദമായി വെല്ലുവിളിക്കുന്നത് ഈ ഒരു സർഗാത്മക ധൈര്യത്തിൻ്റെ ഉടമയായിട്ട്. 2000 വർഷം മുമ്പ് ജോസഫ് പൊതിഞ്ഞു പിടിച്ച ശിശുവിൻ്റെ പ്രതിരൂപങ്ങളായ ഈ കാലത്തെ അവഗണിക്കപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കാനും അവർക്ക് ജീവൻ്റെ സമൃദ്ധിയിലേക്കുള്ള വഴി കാണിക്കാനും സുരക്ഷിതത്വങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് നടത്താനുമുള്ള വലിയ നിയോഗവുമായിട്ടാണ്. നമുക്ക് വിശുദ്ധ യോസേപ്പിനെ പോലെ സർഗാത്മകമായ ധൈര്യത്തിൻ്റെ മനുഷ്യരാവാം. ഇവിടെ നമ്മൾ തുടർന്ന് ഒരു ജീവിത സാക്ഷി വിവരണം കേൾക്കുകയാണ്. ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ, കടബാധ്യതകൾ ഒരു കടൽ പോലെ വന്ന് വിഴുങ്ങിക്കളയാവുന്ന, മുക്കിക്കളയാവുന്ന വിപത്സന്ധിയുടെ നടുവിൽ ജോസഫിൽ ആശ്രയിച്ചിട്ട് സർഗാത്മകമായൊരു ധൈര്യത്തോടെ ജീവിത പ്രശ്നങ്ങളെ നേരിട്ട ഒരു കുടുംബത്തിൻ്റെ കൃപ നിറഞ്ഞ വിവരണങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ജോസഫിനെ പോലെ സർഗാത്മകമായ ധൈര്യത്തിൻ്റെ മനുഷ്യരായിട്ട് അനേകരെ സുരക്ഷിത തീരങ്ങളിലേക്ക് നയിക്കാൻ, ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ നമുക്കും കഴിയട്ടെ എന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൃപയുടെ നനവുള്ള വിവരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. സാലിമ ടോമിച്ചൻ. ഇതെൻ്റെ ഹസ്ബൻഡ് ടോമിച്ചൻ ഏജ്. ഞങ്ങൾ കൊണ്ടാക്കപ്പള്ളി ഇടവകാംഗമാണ്. എൻ്റെ ജീവിതത്തിൽ ഔസേപിതാവ് വഴിയായി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 മക്കളാണ്. മോള് ആദ്യമായി IELTS എഴുതാൻ പോയപ്പോഴേ മാർച്ച് മാസത്തിലാണ് ക്ലാസ് തുടങ്ങിയത്. മാർച്ച് മാസത്തിൽ നമ്മുടെ നോയമ്പിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് മോൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ 20 ദിവസം മാത്രമേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. അമ്മ മോളോട് IELTSൻ്റെ പരീക്ഷ എഴുതാൻ സാറ് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു, ഞാനൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. 20 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എങ്ങനെ ഞാൻ പരീക്ഷ എഴുതാനാ സാറേ? ഇവിടെ 8 മാസം പഠിച്ചവരൊക്കെ ഇവിടെ വെറുതെ നിൽക്കുമല്ലേ, ഞാൻ എങ്ങനെ ജയിക്കും? ഞാൻ എഴുതുന്നില്ല. ഇല്ല മോളെ, നീ പ്രാർത്ഥിക്ക്. മോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, അമ്മ ഇങ്ങനെ സാറ് പറയുന്നു, മോള് പരീക്ഷ എഴുതാൻ പറയുന്നു. ഞാൻ മോളോട് പറഞ്ഞു, മോളെ മോൻ പരീക്ഷ എഴുതേ, നമുക്ക് ഔസേപിതാവില്ലേ, എല്ലാ കാര്യത്തിനും നമ്മളെ സഹായിക്കുന്ന ഔസേപിതാവല്ലേ, ഔസേപിതാവിൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഔസേപിതാവ് നമ്മളെ സഹായിക്കും. അങ്ങനെ മോള് പരീക്ഷ എഴുതാൻ തയ്യാറായി. പ്രാർത്ഥിച്ചു. പരീക്ഷ എഴുതാനായിട്ട് മോള് പരീക്ഷ റൂമിൽ കയറിയപ്പോൾ മോൾക്ക് ഭയങ്കര ഒരു വിഷമം, ഒരു ശരീരത്തിനൊരു വിറവല്. അപ്പോൾ സാറ് പരീക്ഷ എഴുതാൻ ആ സമയത്ത് വന്നു. സാറല്ലായിരുന്നു എന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. വന്നപ്പോൾ മോൾക്ക് എന്ത് പറ്റി, എന്താണെന്നറിയില്ല സാറേ, എന്നെ വിറയ്ക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മോളെന്നാൽ സൈബി എന്നാൽ റെസ്റ്റ് എടുക്കേ, ഞാൻ പോയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞു.
പക്ഷേ 15 മിനിറ്റ് കഴിഞ്ഞ് യഥാർത്ഥ സാറ് വന്ന് പരീക്ഷയിട്ടു. പക്ഷേ അതിനു മുന്നേ അവളെ ശക്തിപ്പെടുത്താൻ ഔസേപ്പിതാവ് പോയതാണ്, ഔസേപ്പിതാവ് ചെന്നതാണെന്ന് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. മോള് അത് കഴിഞ്ഞ് പരീക്ഷ എഴുതി 7.5 7 മതിയായിരുന്നു, 7.5 മേടിച്ച് ജയിച്ചു. 8 മാസം പഠിച്ചവരവിടെ എഴുതിയവർക്ക് പോലും 6ഉം 5ഉം മാത്രമേ കിട്ടിയുള്ളൂ. മോൾക്ക് 7.5 ഫസ്റ്റിലെ തന്നെ കിട്ടി. അങ്ങനെ മോള് പരീക്ഷ എഴുതി ഔസേപ്പിതാവിൻ്റെ സഹായത്താൽ പാസ്സായി. അവൾ അവിടുന്ന് ഔസേപ്പിതാവിൻ്റെ സഹായത്താൽ തന്നെ ഒരു പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നിട്ട് 10 ലക്ഷം രൂപ മുടക്കി എന്നെ സഹായിക്കാൻ എൻ്റെ സഹോദരങ്ങളുണ്ടായിരുന്നു, സഹോദരങ്ങൾ സഹായിച്ചു. അങ്ങനെ മോള് ആ സാറ് തന്നെ അവളെ ഓസ്ട്രേലിയയിൽ ഇട്ടിരുന്നു. അവൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്ത് അവളും ഭർത്താവും 2 മക്കളുമായിട്ട് അവിടെ ജീവിക്കുന്നു. അടുത്തത് എൻ്റെ രണ്ടാമത്തെ മകൻ സൈജു പി ടോം. അവന് നീന്തൽക്കാരനായിരുന്നു. എവിടെ നീന്തിയാലും ഫസ്റ്റ് മേടിച്ചുകൊണ്ടേ വരുവുള്ളായിരുന്നു. അങ്ങനെ അവനിങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾക്ക് കൃഷിയുണ്ട്. ആ കൃഷിയിടത്തിലായിരുന്നു ഞാനും അച്ചാച്ചനും. അപ്പോൾ ഞങ്ങളുടെ അവിടെ പൈപ്പിൽ വെള്ളം വരുന്നത് എല്ലാ ദിവസവും വരില്ല. വെള്ളം വരുന്ന കണ്ടുകൊണ്ട് ഞാൻ മോനോട് വിളിച്ച് പറഞ്ഞു, മോനെ പാത്രം എടുത്ത് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാവോ എന്ന് ചോദിച്ചു. കുഞ്ഞ് എടുക്കാമേന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് പാത്രം എടുക്കാൻ പോയി. കുറച്ച് നേരമായിട്ട് മോനെ കാണുന്നില്ല, വെള്ളം എടുക്കാൻ പൈപ്പിൻ ചോട്ടി വന്ന് കാണുന്നില്ല. ഞാൻ അവിടുന്ന് പെട്ടെന്ന് കയറി അകത്ത് വന്ന് നോക്കുമ്പോൾ എൻ്റെ മോൻ നിലത്ത് വീണ് മലർന്ന് കിടക്കുവാണ്. അവനൊരു ശരീരം അനക്കാൻ പറ്റത്തില്ല. അവൻ്റെ ശരീരത്തോട് അവൻ തൊടിയിപ്പിക്കുകയില്ല. അമ്മ എന്നെ തൊടല്ലേ എന്നും പറഞ്ഞ് കുഞ്ഞങ്ങ് എന്നെ തൊടല്ലേ, എനിക്ക് വയ്യ, ഞാനിവിടെ കിടക്കുമോ, എന്നെ തൊടല്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് ബഹളം വെച്ചു. അച്ചാച്ചൻ കണ്ടത്തിൽ നിന്ന് കയറി വന്നിട്ട് മോനെ കോരിയെടുത്ത് ഒരു വള്ളത്തെ ഇട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ ഏറ്റവും നല്ലൊരു അസ്ഥിയുടെ ഡോക്ടറായിരുന്നു. ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇവൻ്റെ ഡിസ്ക് അകന്നിട്ട് അതിനകത്ത് ഞരമ്പ് കയറിയിരിക്കുകയാണ്, അതുകൊണ്ട് 1 മാസം വെയിറ്റ് ഇട്ട് കിടക്കുക, എന്നിട്ട് പോയി സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു. അവനെ ബാൻഡേജൊക്കെ ചുറ്റി വീട്ടിൽ വന്നു. അവിടുന്ന് ഒരു കാലയിൽ 3 കിലോ വെയിറ്റ്, 2 കാലയിലും അങ്ങനെ 3 കിലോ വീതം വെയിറ്റ് ഇട്ട് കിടന്നു. ഞങ്ങളെന്നും പ്രാർത്ഥിക്കും. എന്നും ഞാൻ പള്ളിയിൽ പോയി ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കും. ഔസേപ്പിതാവിന് ഈശോയോട് പ്രാർത്ഥിക്കും. എന്നും ബൈബിള് വായിക്കും. ബൈബിളിൽ ഓരോ സന്ദേശം അനുസരിച്ച് നമ്മൾ ജീവിക്കും. ഔസേപ്പിതാവ് തോന്നിക്കുന്ന കാര്യങ്ങൾ, ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് തോന്നിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ പറയും, എൻ്റെ ഈശോയെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞിന് ഇങ്ങനെ വന്നത്, ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യും. അന്ന് ഞങ്ങൾക്ക് പൈസ ഇല്ലാത്ത സമയമാണ്, പൈസ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ കഷ്ടിച്ച് കൃഷിയും കൊണ്ട് ജീവിച്ചു പോകുന്ന കാലമാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഈശോയോട് ഈശോ എനിക്ക് പൈസയില്ല, എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. അപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ ജോലിയുള്ളവരാണ്. ഞാൻ അവരോട് ചോദിക്കാതെ ഔസേപ്പിതാവിൻ്റെ സഹായത്താൽ ഞാൻ അറിയാതെ എൻ്റെ അക്കൗണ്ടിൽ പൈസ അയച്ചു തരും. അങ്ങനെ ഞങ്ങൾ ജീവിച്ച് വന്നവരാണ്. അങ്ങനെ എൻ്റെ മോനിങ്ങനെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു തോന്നലുണ്ടാവും, ഈശോ പോയി ബൈബിള് വായിക്കുമ്പോൾ ഈശോ അതിൽ വരുന്ന സന്ദേശം അനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകും. അങ്ങനെ പോയപ്പോൾ ഒരു ദിവസം ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് ഒരു വാചകം കിട്ടി, നിങ്ങൾക്ക് 3 ദിവസം കൂടെ നിൻ്റെ ദുഃഖം നീണ്ടു നിൽക്കത്തുള്ളൂ, 3 ദിവസം കഴിയുമ്പോൾ നിൻ്റെ ദുഃഖമെല്ലാം മാറും. ഞാൻ വീണ്ടും ഔസേപ്പിതാവിനോട് ഈ വിവരം ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ 3 ദിവസമൊന്നും നീ വിചാരിക്കരുത്, അത് ചിലപ്പോൾ 3 വർഷമായിരിക്കും, ചിലപ്പോൾ 3 മാസമായിരിക്കും, അത് പെട്ടെന്ന് കിട്ടുമെന്ന് മോൻ വിചാരിക്കരുത്. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ അവന് അസുഖമൊന്നുമില്ല ചാച്ചാ, നമുക്ക് അവൻ്റെ ബാൻഡേജ് അടിച്ച് അവനെ വേറെ എവിടെയെങ്കിലും കൊണ്ടൊക്കെ കാണിക്കും, ഈശോ പറഞ്ഞ് അവൻ്റെ അസുഖം മാറ്റിയിട്ടുണ്ട്, ഔസേപ്പിതാവിൻ്റെ ശക്തമായ ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ചാച്ചാ, ചാച്ചൻ പറയും അങ്ങനെ വേണ്ട, നമുക്ക് ഡോക്ടർ പറഞ്ഞതല്ലേ, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ മോള് നേഴ്സിങ് സമയത്ത് ബോംബെയിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഇങ്ങനെ എനിക്കൊരു ബൈബിൾ വാചകം കിട്ടിയ, അതുകൊണ്ട് മോനെ നമുക്കിത് ബാൻഡേജ് അഴിച്ചു വിടാം, എന്നിട്ട് നമുക്ക് അവനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കാം, നമുക്ക് കൊണ്ടാക്കാം, പള്ളിയുടെ അടുത്തൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് ഞാൻ പോയി ബൈബിൾ എടുത്ത് വായിച്ചപ്പം
ഞാൻ ആദ്യത്തെ ബൈബിൾ വാചകം എവിടെയാണെന്ന് ഞാൻ പിന്നെ തപ്പിയിട്ട് അവിടെ ഞാൻ അന്ന് ഏത് ഭാഗമാണെന്ന് ഞാൻ നോക്കിയില്ല. പിന്നെ നോക്കിയപ്പോൾ അടുത്ത ബൈബിൾ വാചകം ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് സഭാപ്രസംഗൻ്റെ പുസ്തകം 3-ാം അധ്യായമായിരുന്നു. അതിനകത്തൊരു തുടങ്ങുന്ന നടാനൊരു കാലം, വിളയാനൊരു കാലം, ഒരു കാലം അങ്ങനെ ആ ബൈബിൾ വാചകം വെച്ച് ദൈവം എനിക്ക് എന്തെങ്കിലും നന്മ ചെയ്യാനായിരിക്കും. പിതാവ് ശക്തമായിട്ട് എനിക്ക് അതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സ്വന്തം അപ്പൻ പ്രാർത്ഥിച്ചാലും മകൻ കേൾക്കാതിരിക്കില്ലല്ലോ. ആ അപ്പൻ്റെ മധ്യസ്ഥം വഴിയായി, അപ്പൻ്റെ പ്രാർത്ഥനയുടെ മധ്യസ്ഥം വഴിയായി ഈശോയിലൂടെ ഒത്തിരി സഹായം തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മോളോട് പറഞ്ഞു, മോളെ ഇവൻ്റെ ബാൻഡേജ് അടിക്കേ, എന്നിട്ട് നമുക്ക് അച്ചാച്ചൻ വരുന്നതിൻ്റെ ബാൻഡേജ് അടിച്ചിട്ട് നമുക്ക് ഇവനെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. കൊണ്ടൊക്കെ പള്ളിയുടെ അടുത്ത് ഔസേപ്പിതാവിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകാം, അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ മോൾ അച്ചാച്ചൻ വരുന്നതിൻ്റെ ബാൻഡേജൊക്കെ അഴിച്ചു വിട്ടിട്ട് ഇവനെ വള്ളത്തേൽ ഔസേപ്പിതാവിൻ്റെ അടുത്ത് പള്ളിയിൽ കൊണ്ടുവന്നു ഞങ്ങൾ ആ കുരിശടി അവിടെ വന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച്, ഔസേപ്പിതാവിൻ്റെ കുരിശടി ഉണ്ട് ആ റോഡ് സൈഡിൽ, അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ അവനെ ശരിക്കും പരിശോധിച്ചിട്ട് പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം, അവന് കുഴപ്പമൊന്നുമില്ല, അവന് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കറിയാം ഔസേപ്പിതാവ് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ഔസേപ്പിതാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ നോക്കിയിട്ട് ഒരു 3 സൈസ് കുഴമ്പിട്ട് ഡോക്ടർ അവൻ്റെ പുറം ഇങ്ങനെ തിരുമിയപ്പം ഡോക്ടർ അവൻ്റെ ഡിസ്ക് അകന്നത് നേരെ അതൊരു മസിലായിട്ട് മാറി. അവിടെ ആ മസിൽ ഡോക്ടർ 7 ദിവസം കൊണ്ട് തിരുമ്മി മാറ്റിയിട്ട് 7 ദിവസം കഴിഞ്ഞ് അവൻ പോയി മത്സരിച്ച് അവൻ ഒരു ദിവസം തന്നെ 4 ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അത് കഴിഞ്ഞ് അവന് 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നേവിയിലെ ജോലി കിട്ടി. ജോലി കിട്ടാനായിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. അപ്പം ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോയിൻമെൻറ്റ് ലെറ്റർ അവിടെ പോസ്റ്റ് ഓഫീസ് എങ്ങനെയോ സ്റ്റക്കായി പോയി കഴിഞ്ഞപ്പം ഞങ്ങളോട് അവിടെ ഞങ്ങളുടെ ഇവിടുന്ന് ജോലി ചെയ്യുന്ന ഒരാൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അവന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ലേന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അവിടെ ചെന്ന് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് അത് ഫാക്സ് അയച്ചു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ, ഇന്ന് ലെറ്റർ കിട്ടിയെങ്കിൽ നാളെ കയറി ചെന്നാലേ, ബോംബെയിലായിരുന്നു ചെല്ലേണ്ടത്, കയറി ചെന്നാലേ അവിടെ ചെല്ലാൻ സമയമുള്ളായിരുന്നു. എല്ലാം ഈ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥമില്ലായിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടി. അങ്ങനെ അവൻ നേവിയിൽ ചെന്ന് 15 വർഷത്തേക്കുള്ള ബോണ്ട് പേപ്പറൊക്കെ ഒപ്പിട്ട് അവൻ അവിടുന്ന് അവർ ഒറീസായി കൊണ്ടുപോയി. അവിടെ ചെന്ന് അവൻ ട്രെയിനിങ്ങിന് ഇറങ്ങാൻ പോകുമ്പോൾ ഇവന് ഒന്നുമില്ല, പ്രഷർ കൂടുതൽ, അവന് ഭയങ്കര ടെൻഷന്, ഇങ്ങനെ പല ദിവസം അവരിങ്ങനെ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല, ഒരിക്കലും അവൻ ശരിയാകുന്നില്ല. അപ്പോൾ എന്നോട് അവിടുത്തെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു, മാഡം അവനിവിടെ ഇറങ്ങുന്നില്ല, അവന് പറ്റുന്നില്ല, അതുകൊണ്ട് 15 വർഷം അവന് ബോണ്ട് പേപ്പറിൽ ഒപ്പിട്ടല്ലേ, 15 വർഷം അവൻ ചിലപ്പോൾ ഈ 5000 രൂപയ്ക്ക് ജോലി ചെയ്ത് ഇവിടെ ജീവിക്കേണ്ടി വരും. ഞാൻ വിട്ടില്ല. ഞാൻ എന്നിട്ട് ഔസേപ്പിതാവിൻ്റെ കാല് പിടിച്ച്, എൻ്റെ ഔസേപ്പിതാവ് എനിക്കിത് സാധിച്ചു തരണം, എനിക്ക് എൻ്റെ മോനെ തിരിച്ചു കിട്ടണം, അവന് വേറെ എങ്ങനെയെങ്കിലും ഔസേപ്പിതാവിൻ്റെ ജീവിക്കാനുള്ള മാർഗ്ഗം നീ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 3 മാസം അവിടെ നിന്നിട്ട് രക്ഷയില്ലാതെ 3 മാസം ഞാൻ ആ സാറിനോട് പറഞ്ഞു, സാറേ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ച് വിടാൻ, അവൻ അവിടെ കയറാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളെ മകനെ ഇങ്ങ് തിരിച്ചു വിടാൻ. ഞങ്ങൾ അവനെ സാറ് അങ്ങനെ ഒരു പുണ്യം ഞങ്ങൾക്ക് ചെയ്യാം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്ത് ഫോൺ പോലും ഞാൻ ചെയ്യത്തുള്ളൂ, ചെന്ന് പ്രാർത്ഥിക്കും, ഔസേപ്പിതാവിനോടും പ്രാർത്ഥിക്കും, ഈശോയോടും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്ന് ഫോൺ ചെയ്യത്തുള്ളൂ. ഒരു സാറ് പറഞ്ഞു എന്നോട്, ഞാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ചെയ്തു തരാം, ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വിട്ടില്ലോ. ഞാൻ എന്നും പള്ളിയിൽ പോകും, കരഞ്ഞ് പള്ളി കുർബാനയുടെ സമയത്താണേലും ഔസേപ്പിതാവിനോടും ഈ എല്ലാ ബുധനാഴ്ചയും ഞങ്ങളുടെ പള്ളി ഔസേപ്പിതാവിൻ്റെ നൊവേനയുണ്ട്. ആ നൊവേന കൂടുമ്പം ഞാൻ ഓരോ നിയോഗം വെച്ച് നൊവേന കൂടും. ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ദിവസം ആ സാറെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അവനെ തിരിച്ചു വിട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മകനെ അവർ തിരിച്ചു വിട്ടോടെ വന്ന് തലയൊക്കെ മൊട്ടയടിച്ച് പട്ടാളത്തിൽ കയറാൻ വേണ്ടി ഇരുന്ന് അവൻ മുടിയൊക്കെ മൊട്ടയടിച്ചാണ് അവനിവിടെ വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഭയങ്കര വിഷമമായിരുന്നു. അവൻ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥിക്കും. അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ റൂമിനകത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളും എല്ലാം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം മോള് ഓസ്ട്രേലിയക്ക് പോയായിരുന്നു. ഓസ്ട്രേലിയക്ക് പോയി കഴിഞ്ഞപ്പോൾ മോള് വിളിച്ച് പറഞ്ഞു, അച്ചാച്ചൻ വിഷമിക്കണ്ട, ഞാൻ അവനെ എന്തെങ്കിലും ജോലിക്കുള്ള മാർഗ്ഗം ഉണ്ടാക്കി തരാം, അവൻ പോയി IELTS പഠിക്കട്ടെ. അപ്പം ഞാൻ ചോദിച്ചു, മോനെ അവൻ ഹ്യൂമാനിറ്റീസ് മലയാളം പഠിച്ചിട്ട് പോയവൻ അവൻ എങ്ങനെ IELTS പഠിക്കും? അത് സാരമില്ല, അവൻ പോയി പഠിക്കട്ടെ.
അവൻ പഠിക്കാൻ പോയി. ILTC ദർശനയിൽ തന്നെ പഠിക്കാൻ പോയിട്ട് അപ്പോൾ അവന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവമേ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ജീവിക്കാൻ ഒരു മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കണേ, എൻ്റെ ഔസേപിതാവിനെ നീ സഹായിക്കണേ, നിൻ്റെ പേരുകാരനാണല്ലോ, അവനെ സഹായിക്കണേന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് അവൻ എന്തായാലും 3 മാസം അവിടെ നിന്ന് പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതിയപ്പം അവന് 6 കിട്ടി. അത്രയും മതിയായിരുന്നു. 6 കിട്ടിയാൽ അവന് ഓസ്ട്രേലിയക്ക് കയറിപ്പോകാമായിരുന്നു. അങ്ങനെ മോൾ അവനെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോയി. ഓസ്ട്രേലിയയിൽ പോയി അവൻ പഠിച്ചു. 3 വർഷം പഠിച്ചു. അവിടെ ഓസ്ട്രേലിയയിൽ ചെന്ന് അവൻ പഠിച്ചപ്പോൾ അവൻ എല്ലാത്തിനും ഫസ്റ്റ് റാങ്ക്. അവൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ആണ് അവിടെ പഠിച്ചതിനെല്ലാം ഫസ്റ്റ് റാങ്ക്. അവനങ്ങനെ പഠിച്ച് പാസ്സായി. അവനവിടെ അപ്പോൾ ചെറിയ ജോലിയൊക്കെ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ILTC എഴുതിയാലേ അവിടെ PR കിട്ടത്തുള്ളൂ. അവൻ ILTC എഴുതാൻ ഒരു പ്രാവശ്യം എഴുതി, കിട്ടിയില്ല. അവിടെ 6.5 എങ്കിലും കിട്ടണം. ഒരു പ്രാവശ്യം എഴുതി 6 കിട്ടിയുള്ളൂ. 2 പ്രാവശ്യം എഴുതി, അതിലും കുറഞ്ഞു. 3 പ്രാവശ്യം എഴുതി, രക്ഷയില്ല. അപ്പം പിന്നെ അവൻ തിരിച്ചു പോരേണ്ടി വരും PR കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ അവൻ ഇപ്പം പ്രാർത്ഥിച്ച് അവൻ പറഞ്ഞു, അമ്മയെ ഞാൻ ലാസ്റ്റ് പരീക്ഷ എഴുതാൻ പോവാ, അമ്മ പ്രാർത്ഥിക്കുക, എനിക്ക് ഇല്ലേ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരീക്ഷ 4ാമത്തെ പ്രാവശ്യം കുഞ്ഞു പോയി എഴുതി. അവന് 6.5 കിട്ടി. അവനോട് ജോലിയും കിട്ടി. ഞാനിങ്ങനെ പള്ളിയിൽ പോയിട്ട് വന്ന് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞിങ്ങനെ കിടക്കുമ്പം അവൻ എന്നെ വിളിച്ച് പറഞ്ഞ്, അവൻ എന്നെ വിളിച്ചപ്പോൾ എന്നെ അസംബന്ധം തോന്നിച്ചു അവന് കിട്ടിയെന്ന് പറയാനാണെന്ന്. ഞാൻ എന്നെ വിളിച്ചോണ്ട് ചോദിച്ചു, മോന് കിട്ടിയോ? കിട്ടിയമ്മേ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കുഞ്ഞവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. അവൻ കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്, അവിടെ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നു. അടുത്ത എൻ്റെ 3ാമത്തെ മകൻ സിജു. അവനിങ്ങനെ MEGയിലെ സെലക്ഷന് വേണ്ടി മത്സരത്തിന് പോയി. അവിടെ സെലക്ഷൻ കിട്ടി. അവിടെ നിന്ന് പഠിക്കാനും അവിടെ ജോലി കിട്ടാനുമുള്ള ഒരു മത്സരമായിരുന്നു. അതിന് പോയി. അവിടെ ചെന്നു. അവൻ മത്സരം നടത്തി. മത്സരത്തിന് പങ്കുകൊണ്ടു. 10 ടെസ്റ്റുണ്ട്. 9 ടെസ്റ്റും പാസ്സായി. അപ്പം ഓഫീസർമാർക്കൊക്കെ ഇവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന് നീന്തൽ താരം തന്നെയാണ്, നീന്തലിലൂടെയാണ് പോയത്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ വഴി മാനേജ് ചെയ്തു. അവൻ ഓടുന്ന വഴി വീണു. അച്ചാച്ചനും കൂടെയുണ്ട്. അച്ചാച്ചൻ നോക്കി നിൽക്കുക. വീണിട്ട് അപ്പോൾ അച്ചാച്ചൻ വിചാരിച്ചു ഇവൻ ഏറ്റവും പുറകിൽ പോകും എന്ന് വിചാരിച്ചു. പക്ഷേ വീണെടുത്തുനിന്ന് എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് ഓടിയിട്ട് അവന് ഫസ്റ്റ് കിട്ടി. അവനവിടെ 9 ടെസ്റ്റും പാസ്സായി. 10ാമത്തെ ടെസ്റ്റായ മെഡിക്കലിന് ചെന്നപ്പോൾ അവന് ഹാർട്ട് ബീറ്റ് കൂടുതലാണെന്നും പറഞ്ഞ് അവർ തള്ളി. അവന് ഹാർട്ട് ബീറ്റ് കൂടുതലാണ്. അതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അവന് ഹാർട്ട് ബീറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് അങ്ങനെ അവരവിടുന്ന് തള്ളിവിട്ടു. 10ാമത്തെ അവിടുന്ന് അച്ചാച്ചൻ ഒത്തിരി സങ്കടപ്പെട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഇത് വന്നപ്പോൾ അച്ചാച്ചൻ അവിടുന്ന് അവനെയും കൊണ്ട് അവിടുത്തെ ഒരു വലിയ ഹാർട്ട് ബീറ്റ് കൂടാൻ അവിടുത്തെ ഒരു വലിയ ഹാർട്ടിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടാണ് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ്റെ ഹാർട്ട് കുഴപ്പം, ഇപ്പം തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങളിവിടെ അഡ്മിറ്റായോ എന്ന്. അച്ചാച്ചൻ അന്നേരം അവിടുന്ന് തൊട്ട് കരഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്നിട്ട് എന്നോടൊന്നും പറയുന്നില്ല. അവന് കിട്ടിയില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ അതിന് മുന്നേ എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട്. എൻ്റെ കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു വിഷമം തോന്നി. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിലെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി, എൻ്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ട്, എനിക്ക് എന്നാന്നറിയത്തില്ല, പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന്. അച്ചാച്ചന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയത്തില്ല എന്ന് എൻ്റെ മനസ്സിങ്ങനെ ചങ്ക് ഇങ്ങനെ പിടയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് വീട്ടിൽ വന്നപ്പോൾ അച്ചാച്ചനോട് പറഞ്ഞു, നീ വിഷമിക്കരുത്, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇവനെ കൊണ്ട് ഒരു കാർഡിയോളജിസ്റ്റിനെ കൊണ്ടാണ് കാണിച്ചപ്പോൾ അവർ പിന്നെ ECG എടുത്തപ്പോൾ അവർ പറഞ്ഞു, പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ കുഴപ്പമില്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരു CT എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം CT എടുക്കാനായിട്ട് ഞങ്ങൾ കോട്ടയം പോയി. അവിടെ ചെന്ന് കഴിഞ്ഞു CT എടുത്തു റിസൾട്ടും കൊണ്ട് വന്നപ്പോൾ അച്ചാച്ചൻ ചോദിച്ചു, നമുക്ക് ഡോക്ടറെ കൊണ്ടാണ് കാണിക്കണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ചാച്ചാ ഇത് ഞാൻ 3 ദിവസം വെച്ച് പ്രാർത്ഥിക്കട്ടെ. ബുധനാഴ്ച ഔസേപിതാവിൻ്റെ കുർബാനയും നൊവേനയുള്ള ദിവസമാണ്. അന്ന് അച്ചാച്ചൻ ഞാൻ പള്ളിയിൽ പോകുമ്പം ഇവനെയും കൊണ്ട് പോയാൽ മതി, ഞാൻ വരുന്നില്ല. ഇതിനകത്ത് ഈ ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താണ് പറയാൻ പോകുന്നത് കേൾക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പള്ളിയിലും പോയി. അച്ചാച്ചൻ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറെ അടുത്തും പോയി. അവിടെ ചെന്ന് CT നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇവൻ ഒരു കുഴപ്പവും ഇല്ലല്ലോ, ഇവനെ എടാ നീ ഇത്ര മണ്ടനാണോടാ, എടാ ഗവൺമെൻറ് നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നിനക്ക് വേറെ എവിടെയെല്ലാം കിട്ടാൻ കിടക്കുന്നു, നീ പിന്നെ എന്തിനാടാ ഗവൺമെൻറ്റിലോട്ട് പോകുന്നത്? അപ്പോൾ ഇവനെങ്ങും വിഷമമായിരുന്നു അവിടെ കിട്ടാഞ്ഞുകൊണ്ട്. 9 ടെസ്റ്റും പാസ്സായതല്ലേ കിട്ടാഞ്ഞുകൊണ്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞു, നീ ഇത്ര മണ്ടനാണോടാ, നിനക്ക് വേറെ നല്ല ജോലി കിട്ടും, നീ വെറുതെ അതിനു വേണ്ടി നടക്കണ്ട, നിനക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും അവൻ ഒരു 10ാം ക്ലാസ് വരെ അവൻ പിന്നെയും ഈ നീന്തലിനൊക്കെ പോയിക്കൊണ്ടിരുന്നു. മത്സരത്തിൽ പോകും, പങ്കെടുക്കും, ഫസ്റ്റ് കിട്ടും.
പക്ഷേ പിന്നീട് അവനോട് ഞങ്ങൾ പറഞ്ഞു, മോനെ അങ്ങനെ പോകണ്ട, നിനക്ക് ഔസേപ്പിതാവ് എന്തെങ്കിലും മാർഗം തരും. അങ്ങനെ അവൻ ഇവിടെ പോയി SLCക്ക് ഏറ്റവും നല്ല മാർക്ക് മേടിച്ചു, ഡിസ്റ്റിങ്ഷൻ മേടിച്ച് പാസ്സായി. അത് കഴിഞ്ഞ് അവനെ BBAക്ക് SB കോളേജിൽ ചേർന്നു. SB കോളേജിൽ BBA പഠിച്ചു കഴിഞ്ഞ് അവന് അതും കഴിഞ്ഞ് ഇവനെ MBAക്ക് പോകാനായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മോൻ പറഞ്ഞു, നീ അപ്പോൾ ഇവനിങ്ങനെ ഒരു ഹാർട്ട് ബീറ്റ് കൂടുതലുണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഇവനെ ഒറ്റയ്ക്ക് ഇവന് കാനഡയ്ക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് MBA പഠിച്ച് എന്തെങ്കിലും പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അവരുടെ രണ്ടുപേരുടെ അടുത്ത് പോയാൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞു. മോൻ ഒറ്റയ്ക്ക് നിന്നാൽ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടത്തില്ല, അതുകൊണ്ട് മോൻ അവരുടെ ഓസ്ട്രേലിയക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ച് അവൻ ഒത്തിരി സഹിച്ച് 1.5 വർഷം അവൻ പഠിക്കാതെ വീട്ടിൽ നിന്ന് ശ്രമിച്ചാണ് അവനും ഓസ്ട്രേലിയയിൽ ജോലി കിട്ടി. അവിടെ കമ്മ്യൂണിറ്റി വെൽഫെയർ ജോലി ചെയ്യുന്ന അവിടുത്തെ ഡിപ്ലോമയാണ് അവൻ, PG ആണ് പഠിച്ചത്. PG പഠിച്ചിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഇതിൻ്റെ മാനേജറായിട്ട് ഇന്ന് അവൻ വർക്ക് ചെയ്യുന്നു. അവനും കല്യാണം കഴിച്ചു, ഒരു കുഞ്ഞുകൊണ്ട് സുഖമായിട്ട് അവനും ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നു. ദാവീദിൻ വംശജനാ യൗസേപ്പിതാവേ